എല്ലാ കൂട്ടുകാർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം കഴിഞ്ഞ 2 പ്രാവശ്യമായിട്ട് ചെയ്ത കാറുകളിലും ഓട്ടോറിക്ഷകളിലും ഫിറ്റ് ചെയ്യാവുന്ന മിനി പവർ ഇൻവെർട്ടർ, അതായത് ചെറിയ ഉപയോഗത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മളുടെ മൊബൈൽ ചാർജർ ഉപയോഗിക്കുന്നതിനായിട്ട് ഒരു ചെറിയ ഇൻവെർട്ടറാണ് നമ്മൾ നിർമ്മിച്ചത്. അത് ഹൈ പവറും ആണ്, അതുകൊണ്ട് നമുക്കതിൽ വേറെ എന്തെങ്കിലും ഉപകരണം കൂടി അതിൽ കണക്ട് ചെയ്യാം. ഇത് നമുക്കൊരു ചെറിയ ക്യാബിനിലാക്കി അസംബിൾ ചെയ്തെടുക്കുന്നതിനെ കുറിച്ചുള്ള വീഡിയോയാണ് ഇന്ന്. ഇനി ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കനും കൂടി പ്രസ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കൂടാതെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറ്റു സുഹൃത്തുക്കൾക്ക് ഉപകാരപ്രദമാവുമെങ്കിൽ അവർ കൂടി അയച്ചു കൊടുക്കുവാനും താല്പര്യപ്പെടുന്നു. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ കാണുന്ന സാധനങ്ങളാണ് കാറിൽ അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിൽ വെക്കാൻ പറ്റിയ ചെറിയൊരു ക്യാബിനിൽ സെറ്റ് ചെയ്യാവുന്ന മിനി പവർഫുൾ ഇൻവെർട്ടർ. ഇതാണ് ഈ ക്യാബിൻ. ഈ ക്യാബിൻ നമുക്ക് ഈ 5 ആംപിയർ ട്രാൻസ്ഫോമർ ഫിറ്റ് ചെയ്തിട്ട് ഒരു എലിമിനേറ്റർ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഈ ക്യാബിൻ്റെ ഫ്രണ്ട് വശം ഞാനിത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഈ ഒരു സ്വിച്ച് ബോർഡ് ഇതിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇതിങ്ങനെ കട്ട് ചെയ്തിരിക്കുന്നത്. ഈ സ്വിച്ച് ബോർഡ് നമുക്ക് ഇലക്ട്രിക്കൽ ഷോപ്പിൽ നിന്നും കിട്ടുന്നതാണ്. ഇതിൽ നമ്മൾ ഒരു 220 വോൾട്ടിൻ്റെ 6 ആംപിയർ സോക്കറ്റും ഇതിൽ ബാറ്ററി കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു 20 ആംപിയറിൻ്റെ 250 വോൾട്ടിൻ്റെ സ്വിച്ചും ഒരു ഡമ്മി പ്ലേറ്റുമാണ് ഇതിൽ വയ്ക്കുന്നത്. ഇതൊരു 4 മോഡിൽ പ്ലേറ്റാണ്. ഒരു പ്ലഗ് 2 മോഡിലാണ്, ഒരു സ്വിച്ച് 1 മോഡിൽ. ഇതൊരു ഡമ്മിയാണ് കവർ ചെയ്യാനുള്ളത്. ഇതാണ് നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിൽ വെക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ കണ്ടിരുന്ന ട്രാൻസ്ഫോമറാണ്. 220 വോൾട്ട് AC-യുടെ 12 വോൾട്ട് 5 ആംപിയറിൻ്റെ ട്രാൻസ്ഫോമറാണിത്. ഇതാണ് മുന്നത്തെ വീഡിയോയിൽ സെറ്റ് ചെയ്ത് കാണിച്ച 4 മോസ്ഫെറ്റ് വെച്ചിട്ടുള്ള പവർഫുൾ ബോർഡ്. ഇതാണ് നമ്മൾ ഇതിൽ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇത് ബാറ്ററിയിലോട്ട് കണക്ട് ചെയ്യാനുള്ള ബാറ്ററി വയറാണ്. ഇത് 4² mm വയറാണ്. ഇത് ഇലക്ട്രിക്കൽ ഷോപ്പിൽ നിന്നും കിട്ടുന്നതാണ് ഈ വയറ്. അപ്പോൾ നമ്മൾ കളറായിട്ട് തന്നെ വാങ്ങിക്കണം. ബ്ലാക്കും റെഡും വാങ്ങിക്കണം. കാരണം പോസിറ്റീവ് നെഗറ്റീവ് പൊളാരിറ്റി മാറിപ്പോകാണ്ടിരിക്കാനാണ് ഇങ്ങനെ 2 കളറായിട്ട് ഇടുന്നത്. 1 മീറ്റർ നീളമാണെങ്കിൽ ഈ വയറ് മതിയാവും. അതല്ലെങ്കിൽ നിങ്ങൾ 6² mm വയർ ഇടുക. ബാറ്ററിയുടെ അടുത്ത് തന്നെയാണ് ഇത് ഫിറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കത് 1 മീറ്റർ മതിയാവും. അങ്ങനെയാണെങ്കിൽ ഈ 4 mm തന്നെ മതി. അതല്ലെങ്കിൽ 6 mm വയർ തന്നെ വാങ്ങണം. ഇത്രയും സാധനം മതി നമുക്കിത് അസംബിൾ ചെയ്യാനായിട്ട്. ആദ്യം നമ്മൾക്ക് ഈ ട്രാൻസ്ഫോമറും ഈ ബോർഡൊക്കെ ഇതിലൊന്ന് സെറ്റ് ചെയ്യാം. അതിനായി ഈ ക്യാബിൻ്റെ ടോപ്പ് ഞാനൊന്ന് അഴിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകവശം കാണാം. ഇത് 2 കവർ പ്ലേറ്റാണ്. താഴെയും വന്നിട്ടുണ്ട് ഒരു ഭാഗം, ഇതിൻ്റെ മേലിലടക്കാൻ വന്നിട്ടുണ്ട്. ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് ഓരോ പ്ലേറ്റ്. അടിയിൽ ഒറ്റ യൂണിറ്റ് ആണ്. ഇതിൽ ഞാനൊരു മരത്തിൻ്റെ ഷീറ്റ് വെച്ചിട്ടുണ്ട്. എന്നാൽ നമുക്ക് സ്ക്രൂ ചെയ്യാൻ എളുപ്പത്തിന് ആണ് ഇത് വെച്ചിട്ടുള്ളത്. ഒരു ഫ്ലൈവുഡാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും പെട്ടെന്ന് സ്ക്രൂ ചെയ്യാം. ഇല്ലെങ്കിൽ പൊസിഷനൊക്കെ മാറ്റാനായിട്ട് ഈ മെറ്റൽ ഷീറ്റ് തുളക്കേണ്ടി വരും. അതിലും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനാണ് ഈ മരത്തിൻ്റെ പലക വെച്ചിരിക്കുന്നത്. ഇതിലാണ് നമ്മൾ സ്വിച്ചും പ്ലഗും വെക്കുന്നത്. ആദ്യം നമുക്ക് ഇതിൻ്റെ ട്രാൻസ്ഫോമർ ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇത് സ്ക്രൂ ചെയ്യാനുള്ള പോർഷനൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ഔട്ട്പുട്ട് എടുക്കുമ്പോൾ ഈ ട്രാൻസ്ഫോമറിൽ ചെറിയൊരു കോർ വൈബ്രേഷൻ ഉണ്ടാകും. ഇല്ലെങ്കിൽ ഇത് ഇളകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ഉറപ്പിക്കുക. അടുത്തത് ഇതിൻ്റെ ബോർഡാണ് ഫിറ്റ് ചെയ്യാനുള്ളത്. ഈ ബോർഡ് നമ്മൾ ഇവിടെ ഇങ്ങനെ ചരിച്ച് വെക്കുകയാണ്. എങ്ങനെ വേണമെങ്കിലും വെക്കാം. ഇവിടെ ഇങ്ങനെ ചരിച്ച് വെക്കുന്നത് നമ്മളിവിടെ ഒരു AC ഔട്ട്പുട്ടിന് ഒരു ഫീസ് വെച്ചിട്ടുണ്ട്. അതാണ് ഈ ഫീസ്. 500 മില്ലി ആംപിയറിൻ്റെ ഫീസ് യൂണിറ്റാണിത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതാണ് ഫീസ്. ഇത് ഈ ഫീസ് ഹോൾഡറിൽ ഇട്ടിട്ട് നമ്മളിത് ടൈറ്റ് ചെയ്യുകയാണ്. ഇവിടെ 2 ഹോളുണ്ട്. നമുക്ക് ഈ ബാറ്ററി വയർ പുറത്തോട്ട് എടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ബോർഡ് ഫിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബോർഡ് ഇങ്ങനെ ഇതിൽ മുട്ടിയിരുന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറിയ തരികളോ ഇല്ലെങ്കിൽ ലെഡിൻ്റെ ഭാഗങ്ങളൊക്കെ ഇതിൽ വീണാൽ ബോർഡിൻ്റെ അടിവശം ഷോർട്ടാകാതിരിക്കാനായിട്ട് നമുക്ക് ഇത്തിരി ഉയർത്തി വെക്കണം സ്വല്പം. അതിനുവേണ്ടി നമുക്ക് ഇതിൻ്റെ പ്ലാസ്റ്റിക് ഇതേപോലത്തെ സ്പേസറാണ് കിട്ടുന്നത്. ഈ സ്പേസർ 2 സ്ക്രൂയിൽ ഫിറ്റ് ചെയ്യുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഉൾവശം ഇവിടെ ഗ്യാപ്പ് കാണാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഈ ഭാഗത്തായിട്ട് ഇത് എയർ ഹോൾസ് ഉണ്ട്. ഇതിൻ്റെ ഹീറ്റ് പുറത്തോട്ട് പോകാനും എയർ ഇതിൻ്റെ ഉള്ളിലോട്ട് കടക്കുവാനൊക്കെ ആയിട്ട് ഇവിടെ എയർ ഹോൾസ് ഉണ്ട്. ഇതിൻ്റെ മോൾ ഭാഗത്തും അങ്ങനെ തന്നെയാണ്. നമുക്ക് ഈ ബോർഡിലെ വയറൊന്ന് കണക്ട് ചെയ്യാം. ഈ 2 നീല വയർ 2 സെക്ഷൻ മോസ്ഫെറ്റിൻ്റെ നടുക്കത്തെ പിന്നിൽ നിന്നും വരുന്നതാണ്. അതായത് ഡ്രെയിൻ. അത് 2 12 വോൾട്ടിലും കണക്ട് ചെയ്യുക.
ഇനി ഇത് നെഗറ്റീവാണ്. നെഗറ്റീവ് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ 2 വോൾട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെയും 2 വോൾട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ 0 വോൾട്ട്, അതായത് പോസിറ്റീവ് വയറാണ്. ഇവിടെ നെഗറ്റീവ് നമ്മളിവിടെ ടാപ്പ് ചെയ്യാൻ വേണ്ടി ഒരു കണക്ടർ ഇട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ നെഗറ്റീവ് നമുക്ക് അതിൽ കണക്ട് ചെയ്യാം. ഇത് 4 മോസ്ഫെറ്റിൻ്റെയും റൈറ്റ് സൈഡിൽ നിന്ന് വരുന്ന വയറാണ്. നമുക്ക് ഈ വയർ ആ ഹോളിൻ്റെ അടിയിൽ നിന്ന് മുകളിലോട്ട് എടുക്കുക, എന്നിട്ട് അതിൽ സോൾഡർ ചെയ്താൽ മതി. ഇനി നമുക്കിതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും ഇതിൽ കണക്ട് ചെയ്യാം. ഇവിടെ കാണുന്ന ഈ വാഷർ ഇട്ടിരിക്കുന്ന ഇതിൽ കൂടി തന്നെ ഇതിൻ്റെ നെഗറ്റീവ് വയർ എടുത്തിട്ട് ഈ കോമൺ ആയിട്ട് കൊടുത്തിരിക്കുന്ന നെഗറ്റീവ് കണക്ടറിൽ സോൾഡർ ചെയ്യുക. ഇതിൻ്റെ പോസിറ്റീവായ റെഡ് വയർ ഈ ഹോളിൽ കൂടി എടുത്തിട്ട് നമുക്ക് ഇവിടെ ഈ കൺട്രോൾ വരുന്ന സ്വിച്ചിലാണ് കണക്ട് ചെയ്യേണ്ടത്. അതിനു മുമ്പായി നമുക്ക് ഈ ഫ്രണ്ടിലെ പ്ലേറ്റ് ഒന്ന് പിടിപ്പിക്കാം. ടൈറ്റ് ചെയ്ത് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. ഫ്രണ്ട് പ്ലേറ്റ് ആയതുകൊണ്ട് ഇതിൽ പ്ലഗും ചാർജറൊക്കെ കുത്താവുന്നതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഈ സ്വിച്ച് ബോർഡിൽ ഈ സ്വിച്ചും ഇതൊന്ന് ഫിറ്റ് ചെയ്യാം. ഇവിടെയാണ് നമ്മൾ ചാർജർ കണക്ട് ചെയ്യാനുള്ള പ്ലഗും വെച്ചിട്ടുള്ളത്. ഈ സ്വിച്ച് നമ്മൾ DC കൺട്രോൾ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഈ സ്വിച്ച് ഇടുമ്പോൾ നമുക്ക് ഇതിൽ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട് കിട്ടുന്നതാണ്. ഈ സ്വിച്ചിൽ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്. ഈ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ DC ഓൺ ആവുകയും നമ്മൾ ട്രാൻസ്ഫോമറിൽ നിന്നും ഔട്ട്പുട്ട് വന്നിട്ട് ഈ പ്ലഗിൽ വരുമ്പോൾ അതിൽ നിന്നും നമ്മൾ ഈ ഇൻഡിക്കേറ്റർ കണക്ട് ചെയ്യുമ്പോൾ ഇതിൽ പവർ ഉണ്ടെന്ന് അറിയിക്കുവാനാണ് ഈ ഇൻഡിക്കേറ്റർ. ബാറ്ററിയിൽ നിന്ന് വരുന്ന ഈ വയർ ഈ ഹോളിൽ കൂടി എടുത്തിട്ട് ഈ സ്വിച്ചിൻ്റെ ഈ നടുക്കുള്ള ഭാഗത്ത് കണക്ട് ചെയ്യുക. ഇനി ഈ സ്വിച്ചിൽ നിന്നും ഒരു ടാപ്പിംഗ് വയർ എടുക്കുവാനായിട്ട് ഒരു കഷ്ണം വയർ എടുക്കുക. ഈ വണ്ണത്തിലുള്ള തന്നെ എടുക്കുക. അത് ഈ സ്വിച്ചിൻ്റെ ഈ മുകളിലത്തെ ടെർമിനലിൽ കണക്ട് ചെയ്യുക. അപ്പോൾ ഈ 2 വയറും ഈ സ്വിച്ചിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. സ്വിച്ചിൽ നിന്നും വരുന്ന ഈ റെഡ് വയർ നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ 0 വോൾട്ടിൽ സോൾഡർ ചെയ്യണം. അപ്പോൾ പ്ലഗും സ്വിച്ചും നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട്. ഈ പ്ലഗ് ഈ ട്രാൻസ്ഫോമറിൽ ടച്ച് ചെയ്യാതിരിക്കാൻ ഞാൻ ഇപ്പുറത്തോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ട്രാൻസ്ഫോമർ പുറകോട്ടൊന്ന് ഇറക്കി വെക്കണമെന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ ഔട്ട് എടുക്കാം. ട്രാൻസ്ഫോമറിൻ്റെ ഈ ഭാഗം 0 വോൾട്ടും ഇത് ലൈൻ വോൾട്ടാണ്, അല്ലെങ്കിൽ ഫേസ് വോൾട്ട്. ഇത് നമ്മളൊരു വയറിൽ കണക്ട് ചെയ്തിട്ട് ഇത് ഒരു 1² mm വയറാണ്. ട്രാൻസ്ഫോമറിൻ്റെ ഈ ലൈൻ വരുന്ന ഭാഗം ഈ വയറിൽ കണക്ട് ചെയ്യുക. ഇത്തിരി ഗേജ് കൂടിയ വയറാണ്, 1² ആണ്. ട്രാൻസ്ഫോമറിൽ നിന്നും വരുന്നതിനേക്കാളും വലുതാണ്. ഒരു സ്ലീവ് നമുക്ക് ഇട്ട് കൊടുക്കാം, ഇത് ലൈൻ ടച്ച് ആകാതിരിക്കാനായിട്ട്. അതിനുശേഷം ഇത് ഏറ്റവും താഴ്ത്തുകൂടി എടുത്തിട്ട് ഇവിടെ ഒരു ഫീസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫീസിൻ്റെ ഈ ടെർമിനലിൽ സോൾഡർ ചെയ്യാം. ഈ ഫീസിൻ്റെ ഭാഗത്ത് സോൾഡർ ചെയ്യുക. അതിനു മുമ്പ് ഇവിടെ ഒരു സ്ലീവ് ഇടുക. ഇത് 220 വോൾട്ട് ആയതുകൊണ്ട് ഓപ്പണായി കൈ തട്ടാണ്ടിരിക്കാനാണ് ഇവിടെ സ്ലീവ് ഇടുന്നത്. ഈ വയർ ഈ ഹീറ്റ് സിങ്കിൽ തട്ടാതിരിക്കുവാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അടിയിൽ കൂടി എടുക്കാം. ഫീസിൽ നിന്ന് ഔട്ട് വരുന്ന ഭാഗത്ത് നമുക്ക് ഒരു 1² mm വയർ കണക്ട് ചെയ്തിട്ട് നമ്മുടെ ഔട്ട്പുട്ട് പ്ലഗിൽ കൊടുക്കാം. ഇവിടെയും ഒരു സ്ലീവ് ഇടുക. ഇത് നമുക്ക് ഈ ബോർഡിൻ്റെ അടിയിൽ കൂടി എടുക്കാം. അപ്പോൾ ഹീറ്റ് സിങ്കിൽ ടച്ച് ചെയ്യാണ്ടിരിക്കാനാണ്. ഫീസിൻ്റെ ഈ ഭാഗത്ത് സോൾഡർ ചെയ്യുക. സ്ലീവ് ഇതിൽ കണക്ട് ചെയ്യുക. ഇനി നമുക്ക് ഇതിൻ്റെ പ്ലഗിൻ്റെ റൈറ്റ് സൈഡിൽ കണക്ട് ചെയ്യുക. ഇത് ഫേസ് വയറാണ്. ഈ ഇൻഡിക്കേറ്റർ വയറും കൂടി ഇതിൽ കണക്ട് ചെയ്യുക. നമുക്ക് കുറച്ച് ലെഡ് വെച്ച് സോൾഡർ ചെയ്ത് കൊടുക്കാം, ഇളകി പോകാതിരിക്കാൻ. ഈ പ്ലഗിൻ്റെ ഈ ഹോളിൽ നമുക്ക് കണക്ട് ചെയ്യാം. ഇപ്പോൾ ലൈൻ വയർ നമ്മൾ കണക്ട് ചെയ്തു. ഇനി കണക്ട് ചെയ്യാനുള്ളത് ഇതിൻ്റെ ന്യൂട്രൽ വയറാണ്. അതൊരു കറുത്ത വയർ ഞാൻ എടുത്തിട്ടുണ്ട്, ന്യൂട്രൽ അറിയാൻ വേണ്ടിയാണ്. ഇത് നേരെ ട്രാൻസ്ഫോമറിൻ്റെ 0 വോൾട്ടിൽ നമുക്ക് കണക്ട് ചെയ്യാം. ഈ സ്ലീവ് ഇതിലോട്ട് വിറക് മുട്ടാതിരിക്കാനായിട്ട് കയറ്റി കവറാക്കി ഇടുക. ഈ ജോയിൻ്റെ നടുക്ക് വന്ന രീതിയിൽ ചെയ്യുക. അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ഷോർട്ടിംഗ് ഒന്നും വരില്ല. ഈ വയറിൻ്റെ ഈ അറ്റം പ്ലഗിൻ്റെ ഈ ഇടതുവശത്ത് കൊടുക്കാം. ഇൻഡിക്കേറ്ററും അതിൽ കണക്ട് ചെയ്യാവുന്ന രീതിയിലൊന്ന് സോൾഡർ ചെയ്ത് വെക്കുക. ബോർഡിൻ്റെ കണക്ഷനെല്ലാം കഴിഞ്ഞു. ഈ ഇൻഡിക്കേറ്റർ നമ്മൾ ഈ സോക്കറ്റിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും കൊടുത്തിട്ടുണ്ട്. റൈറ്റിൽ ഫേസ് വയറാണ്, ലെഫ്റ്റിൽ ന്യൂട്രൽ വയറാണ്. ബാറ്ററി പവർ ഈ സ്വിച്ച് ഓൺ ചെയ്താൽ ഇതിൽ സപ്ലൈ വരുന്നതാണ്. സപ്ലൈ ട്രാൻസ്ഫോമറിൽ നിന്നും ഈ ഫീസിൽ വന്നിട്ട് ഫീസിൽ നിന്നാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇതിൽ വല്ല ചെറിയ ഷോർട്ട് സർക്യൂട്ട് എന്തെങ്കിലും നമ്മൾ കുത്തുമ്പോൾ അബദ്ധത്തിൽ വയർ കൂട്ടിമുട്ടിയാലോ ഈ ഫീസ് കട്ടായി പോകും.
ഇനി നമുക്ക് ഈ ബോർഡ് ഈ ക്യാബിനിൽ ഫിറ്റ് ചെയ്യാം. ഇവിടെ 4 ഹോളുണ്ട്, 2 ഹോളുണ്ട്. എങ്ങനെ വേണമെങ്കിലും ഫിറ്റ് ചെയ്യാം. ഊരി പോകാതിരിക്കാൻ ഈ 4 ഹോളിലാണ് ഞാൻ ഈ നെട്ട് ഇടുന്നത്. അപ്പോൾ ഈ ബോർഡിൻ്റെ ഇതെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഈ വയറൊക്കെ നമുക്കൊന്ന് ഒതുക്കി വെക്കണം. ഈ 4 വയർ ഒരു ടാഗ് ചെയ്യാം. ഇപ്പോൾ ഇത് ഇളകാതെ ഇരുന്നോളൂ, ഈ വയറുകളൊക്കെ ടച്ച് ചെയ്യാണ്ട് ഇരുന്നോളും. ഇനി നമുക്ക് ഈ സ്വിച്ച് ബോർഡിൻ്റെ ഈ പ്ലേറ്റ് ഇട്ടേക്കാം. പ്ലേറ്റിൻ്റെ അടിവശം നോക്കാം. ഇത് റോൾട്ട എന്നും പറഞ്ഞുള്ള ഒരു സ്വിച്ചാണ്, അതിൻ്റെ പ്ലേറ്റുമാണിത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വയറിങ്ങുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇത് ബാറ്ററിയിലോട്ട് കണക്ട് ചെയ്യാനാണ്. ഇത് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ 2 ബാറ്ററി ക്ലിപ്പ് ഇട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ബാറ്ററി വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇത് 7Ah 2 വോൾട്ട് ബാറ്ററിയാണ്. UPSലൊക്കെ ഉപയോഗിക്കുന്ന തരം ബാറ്ററിയാണ്. ടെസ്റ്റിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ബാറ്ററി ഇതാണ്. ഇനി നമുക്ക് ഈ പ്ലഗിൽ ഈ ഒരു LED ബൾബ് കണക്ട് ചെയ്യാം, ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. AC ബൾബാണിത്. ഈ ലീഡ് വയർ നമുക്ക് ബാറ്ററിയിൽ കണക്ട് ചെയ്യാം. ഇത് ഈ ക്ലിപ്പ് വെച്ചിട്ടാണ് തൽക്കാലം കണക്ട് ചെയ്യുന്നത്. ബാറ്ററിയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്വിച്ച് ഒന്ന് ഇട്ട് നോക്കാം. ഈ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഇതിൽ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഇവിടെ പവർ വരുമ്പോഴാണ് ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്കത് കാണാമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ LED ബൾബ് ഊരി പണ്ട് കാലത്തെ ഫിലമെൻറ്റ് ബൾബ് ഇടാം. ഇത് 60 വാട്ടിൻ്റെ 220 വോൾട്ട് ബൾബാണ്. ഇത് AC-യിൽ മാത്രമേ ഈ ബൾബ് വർക്ക് ചെയ്യുള്ളൂ. ഓൺ ചെയ്ത് നോക്കാം. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണിത്. ഇനി ഇതിൻ്റെ ടോപ്പ് കവർ ഇടുക. ഇതാണ് ഇതിൻ്റെ ടോപ്പ് കവർ. ഇവിടെയൊക്കെ വെന്റിലേഷൻ ഉണ്ട്, ഇവിടെയുമുണ്ട്. എയർ കയറുവാനും പുറത്തോട്ട് പോകുവാനാണ് ചൂട് വരുമ്പോൾ. ഇപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ടോപ്പ് കവർ ഇട്ടു. ഇതിപ്പോൾ ഫുള്ളി ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ഇൻവെർട്ടർ ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചാർജറോ എന്ത് വേണമെങ്കിലും ഇതിൽ കണക്ട് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഈ ഹോളുകളിൽ കൂടി താഴ്ത്തുനിന്ന് വണ്ടിയുടെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ നിന്ന് സ്ക്രൂ ചെയ്ത് ഇതിലോട്ടൊക്കെ ഫിറ്റ് ചെയ്യാവുന്നതാണ് ഡയറക്റ്റ്. അപ്പോൾ ഇത് അവിടെ അനങ്ങാണ്ടിരുന്നോളും. ചില വാഹനങ്ങളിൽ ഇതിൻ്റെ ഈ ബോക്സ് ഇല്ലാണ്ട് നമുക്ക് ചില ക്യാബിനൊക്കെ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഈ പ്ലേറ്റ് മാത്രം വെച്ചാൽ മതി. ഞാൻ യൂസ് ചെയ്യുന്നത് ഈ പ്ലേറ്റ് മാത്രമാണ്, ഈ ക്യാബിനൊന്നുമില്ല. കാറിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ചെറിയ ഒരു ബോക്സ് പോലെയുള്ള ആ അറകളുണ്ട്. ആ അറകളിലാണ് ഞാനിതെല്ലാം വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലെ ആ ബോർഡും ട്രാൻസ്ഫോമറും. അല്ലെങ്കിൽ നമുക്കിത് ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഇതിങ്ങനെ ഉപയോഗിക്കാം. ഈ 2 യൂണിറ്റ് മാത്രം മതി. കാറിലാകുമ്പോൾ നമുക്ക് ഈ ബാറ്ററിയുടെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ചിലവ് വളരെ കുറവാണ്. നേരിട്ട് അതിലെ ബാറ്ററിയിൽ കണക്ട് ചെയ്താൽ മതി. ചാർജ് കയറുകയും ഇറങ്ങുകയും ചെയ്യും. ഇങ്ങനെയാണ് ചെറിയ മിനി പവർ ഇൻവെർട്ടർ ചെറിയ ക്യാബിനിലാക്കി ഫിറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ മിനി പവർഫുൾ ഇൻവെർട്ടർ ഒരു ചെറിയ ക്യാബിനിലാക്കി അസംബിൾ ചെയ്യുന്നത്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു. വീണ്ടും മറ്റൊരു പുതിയ നല്ല വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.